സത്യനന്ദിക്കാടിൻ്റെ പഴയ ഒരു വീഡിയോ വീണ്ടും വൈറലാവുകയാണ്. മോഹൻലാലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. സത്യത്തിൽ സത്യനന്ദിക്കാടും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരുപാട് വിജയം കൈതിട്ടുള്ള നിരവധി സിനിമകളുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ അത് വൈറലാവാനുള്ള കാരണം? സ്വാഭാവികമായിട്ടും ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു സിനിമ വരികയാണല്ലോ. ഹൃദയപൂർവ്വം എന്നാണ് അതിൻ്റെ പേര്. അതിൽ മാളവിക മോഹനൻ എന്നൊക്കെയാണ് നായികയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സിനിമയായിട്ട് അവർ ഏതാണ്ട് 2015 തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് സിനിമ ചിത്രീകരിച്ചത്. അവർ തമ്മിൽ എന്നും എപ്പോഴും ആണെന്ന് തോന്നുന്നു. അതിന് പിന്നാലെ ഒരുപാട് വർഷങ്ങൾക്ക് പിന്നാലെ അവർ ചെയ്യുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നാടൻ കഥകൾ, കുടുംബ കഥകളൊക്കെ പറയുന്ന ഒരുപാട് വിജയിച്ചൊരു വലിയ കോംബോ ആണ്. ടി.പി. ബാലഗോപാലിൻ്റെ അമ്മ ആയിക്കോട്ടെ, അങ്ങനെ പലവധി നമ്മുടെ ഹൃദയത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ നെഞ്ചേറ്റാൻ പറ്റുന്ന പല സിനിമകളും സമ്മാനിച്ചത് സത്യനന്ദിക്കാട് എന്നുള്ളൊരു വസ്തുതയാണ്, ഒരു വാസ്തവമാണ്. അപ്പോൾ പലപ്പോഴായിട്ട് സത്യനന്ദിക്കാടിന് മോഹൻലാലുമായിട്ട് ഒരു സിനിമാ നടൻ എന്നതിനപ്പുറം തൻ്റെ കൂടപ്പിറപ്പാണ് എന്നുള്ളൊരു ബന്ധമാണ് ഉള്ളത് എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്നും അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിനയത്തെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ സത്യനന്ദിക്കാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ വളരെയധികം വിലമതിക്കുന്നതാണ്. അത്തരത്തിൽ ഉള്ള സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവുന്നത് നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കുമെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് നമ്മൾ മോഹൻലാലിനെ കുറിച്ച് സത്യനന്ദിക്കാട് പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും ഇന്ന് നമ്മളെ നാട്ടിൽ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയുണ്ട്. ഇപ്പോൾ മിഹിർ മുഹമ്മദ് എന്ന് പറയുന്നൊരു കുഞ്ഞ് റാഗിങ്ങിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് തൻ്റെ സ്വന്തം വീട്ടിൻ്റെ 26ാം നിലയിൽ നിന്ന്, ഫ്ലാറ്റിൻ്റെ 26ാം നിലയിൽ നിന്ന് താഴത്ത് ചാടി മരിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചർ ചീത്ത പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു 8 വയസ്സുകാരനായിട്ടുള്ളൊരു കുഞ്ഞ് ആലപ്പുഴയിൽ വീട്ടിൽ കയറി ആത്മഹത്യ ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആത്മഹത്യയാണ്, മരണം, ഒരു നാൾ മരിക്കുമെന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ടും എന്തിന് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നത് വളരെ പ്രസക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ സത്യനന്ദിക്കാടിൻ്റെ മോഹൻലാലിനെ കുറിച്ചുള്ള സ്വഭാവ സവിശേഷതകളുടെ പ്രാധാന്യം വലിയ രീതിയിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. സത്യനന്ദിക്കാട് പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം. ടി.പി. ബാലഗോപാലിനും ഗോപാലകൃഷ്ണ പണിക്കരും മുരളിയും ഗൂർഖയും നാടോടിക്കാട്ടിലെ ദാസനും മുതൽ കഴിഞ്ഞ സിനിമയിലെ വിനീതം പിള്ള വരെ എന്നോടൊപ്പം ഉണ്ടായിട്ടും ലാലിൻ്റെ അഭിനയം കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. നിലനിൽപ്പിനെ പറ്റി ഒരു പേടിയുമില്ലാത്ത ആളാണ് മോഹൻലാൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും വീഴട്ടെ, നമുക്ക് നോക്കാമെന്ന ഭാവം. ഒരിക്കൽ ഒരു TV ചാനലിലെ ഇൻ്റർവ്യൂവിനിടയിൽ അവതാരകൻ ചോദിച്ചു, നാളെ അഭിനയ രംഗത്ത് നിന്ന് ഔട്ടായാലോ? എന്തിന് നാളെയാക്കുന്നു? ഇന്ന് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടൻ ഔട്ടായാലും എനിക്കൊന്നുമില്ല. ലാലിനെ അറിയാവുന്നവർക്ക് മനസ്സിലാകും അത് വെറുതെ പറഞ്ഞതല്ലെന്ന്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന മറുപടിയാണത്. അഭിനയിച്ച ഒരു സിനിമ നന്നായില്ലെന്ന് മോഹൻലാലിനോട് പറഞ്ഞു നോക്കൂ. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ പറയും, എന്തു ചെയ്യാം, നന്നാക്കരുതെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അത് ചെയ്തത് എന്നായിരിക്കും. സിനിമ ഗംഭീരമായെന്ന് പറഞ്ഞാലും ഭാവത്തിന് മാറ്റമൊന്നുമില്ല. ആണോ, നല്ല കാര്യം എന്നായിരിക്കും മറുപടി. ഈ ഒരു സ്വഭാവ സവിശേഷതയുണ്ടല്ലോ, ഇതൊരു പക്ഷേ മോഹൻലാലിനെ നമുക്കറിയാം ആധ്യാത്മികമായിട്ട് ഒരുപാട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് ഈ ഒരു സ്വഭാവ സവിശേഷത കൈവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരുപാട് അഹങ്കരിക്കാതിരിക്കുകയും, എന്നാൽ ഒരുപാട് ദുഃഖം സംഭവിക്കുകയാണെങ്കിൽ അതിൽ വീണ് കിടന്ന് തളരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ടല്ലോ. അതാണ് മോഹൻലാലിൻ്റെ പെക്യുലാരിറ്റി എന്നാണ് സത്യനന്ദിക്കാട് ഇതിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പല ആളുകളും, നമുക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതിൽ വല്ലാത്ത രീതിയിൽ ഡിപ്രസ്ഡ് ആവുകയും അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ അതിൽ തളർന്നു പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്.
അതോടൊപ്പം തന്നെ വലിയൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ തുള്ളിച്ചാടി ആഘോഷിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് ഒന്നിൻ്റെയും എക്സ്ട്രീമിലേക്ക് പോവാതെ ഒരു ബാലൻസിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുക, നിലനിർത്തുക എന്ന് പറയുന്ന ഒന്നാണ് മോഹൻലാൽ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിഷമങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും വലിയ രീതിയിൽ സന്തോഷകരമായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആത്മഹത്യ പോലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിൽ നേരിടുന്നവർ പെട്ടെന്ന് ഉലഞ്ഞു പോകുന്നുണ്ടല്ലോ, അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട ഒരു മെഡിസിനാണ്, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ഒരു മാനസികാവസ്ഥയാണ് ഈ മോഹൻലാലിൻ്റെ ഈ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സത്യൻ അന്തിക്കാട് പറഞ്ഞത് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇങ്ങനൊരു എന്ത് മോട്ടിവേഷണറാണ്. കാരണം പല ഇൻ്റർവ്യൂസും എടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ഈസി ആയിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പതുങ്ങിപ്പോകുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിൽ വിളിച്ചിരുത്തി ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഇൻ്റർവ്യൂവിൽ വിളിച്ചിരുത്തി ഒരു മുതിർന്ന അവതാരകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3500 സ്ത്രീകളുമായി ബന്ധമുണ്ട്, അതിൻ്റെ ഒരു ആഘോഷമൊക്കെ നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങളതിൽ തലയിടേണ്ട കാര്യമില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഞാനാണെങ്കിൽ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. പക്ഷെ ലാലേട്ടൻ ചോദിച്ചത് 3500 അല്ല, അതിൽ കൂടുതലുണ്ടാകാം. വളരെ എന്താ പറയുക, ലാഘവത്തോടു കൂടി എന്നാൽ കൊടുക്കേണ്ടതെന്നല്ല കൃത്യമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്ന്. പ്രണയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അറിയാതെ പോലും നമുക്ക് പ്രണയിക്കാൻ തോന്നിപ്പോവും. അത് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമല്ല, ഒരു പൂവിനോടും പൂമ്പാറ്റയോടും ചെടികളോടും ഇലകളോടും ഒക്കെ നമുക്ക് പ്രണയം തോന്നാം. പ്രണയിക്കാൻ തോന്നാത്ത മനുഷ്യരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള വഴക്കുകളെക്കുറിച്ച് വേണുഗോപാലകൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാൻ കിടക്കുന്നു ഈ ലോകത്ത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, പഴയ കാര്യങ്ങൾ നിങ്ങൾ വിടൂ, പുതിയതായിട്ടുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കൂ. ഇത് ശരിയാണ്. ഇതേപോലെ തന്നെ സത്യൻ അന്തിക്കാട് മോഹൻലാലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, മോഹൻലാലുമായിട്ട് നമുക്ക് ഒരിക്കലും പിണങ്ങാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ പലപ്പോഴും മനഃപൂർവ്വം എങ്ങനെയെങ്കിലും ഒന്ന് മോഹൻലാലിൻ്റെ അടുത്തുനിന്ന് പിണങ്ങണമെന്ന് ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാലും ഇദ്ദേഹത്തിനോട് പിണങ്ങാൻ വേണ്ടി സാധിക്കില്ല എന്ന് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് രഞ്ജിത്തും ഒരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനോടൊരു നമ്പൂതിരി വന്നിട്ട് ചോദിക്കുകയാണ്, 8 10 എന്താ 8 5 10 എന്ന് ചോദിക്കുമ്പോൾ, അല്ല അങ്ങനെയല്ലേ, അല്ല ഇങ്ങനെയും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ലാലേട്ടനുള്ള കഴിവ്, അത് കണ്ടുപഠിക്കേണ്ട കാര്യം. അതായത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തെ വളരെ ലാഘവത്തോടു കൂടിയും അധികം വളരെ ഈസി ആയിട്ടും കാണുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ഭയങ്കര സീരിയസ്നെസ് ഒന്നും അതിൽ ഇട്ട് ജീവിതത്തെ ഒരു പ്രയാസമാക്കി മാറ്റാതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ പല വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അതിനെ വളരെ ലാഘവത്തോടു കൂടി നേരിടാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് പക്ഷെ അതില്ല എന്നുള്ളതാണ് ഇന്നത്തെ പല ചെറിയ പ്രശ്നങ്ങൾ നേരിടുമ്പം തന്നെ അതിനെ വലിയ ഡിപ്രഷനിലേക്ക് പോവുകയും അതിനെ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു ആറ്റം ബോംബാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന മാനസികാവസ്ഥയുള്ള ഒരുപാട് ആളുകളാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടും. തൊട്ടാവാടികളായിട്ട് പല ആളുകളും. നമുക്ക് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതമാണ്, ഒരുപാട് പ്രശ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ചിരികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ എന്താ പറയുക, ആകാശം ഇടിഞ്ഞു വീഴുന്നാലും ഇത് തലയ്ക്ക് മുകളിലൂടെ ആണ് പോകുന്നതെന്നുള്ള ചിന്തിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം.